ട്രൂത്ത്ഫുള്ളി ഞാൻ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ 11th 12th പഠിക്കുമ്പോൾ ജൂനിയേഴ്സിനോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ലൈക്ക് സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ 4 വർഷം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ടു ബി വെരി ഓണസ്റ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പെൺപിള്ളേർക്ക് ഇസ് ലൈക്ക് വെരി ബെനിഫിറ്റിംഗ്. ബേസിക്കലി ഫസ്റ്റ് ലെവല് മാത്രമല്ല, നമ്മൾ പാഷനേറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ പാഷനോട് നമുക്ക് ആ സ്പാർക്ക് തോന്നുന്നതാണ് അശ്മി ചേച്ചി ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. ബേസിക്കലി കറണ്ട് ഇസ് എവറിവെയർ, സോ വി ആർ എവറിവെയർ. സോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഐ എം ഷാസിയ നാനക്ക് ആൻഡ് ഇത്തവണ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളുടെ അശ്മ ചേച്ചിയാണ്. സോ നമുക്ക് അശ്മ ചേച്ചീൻ്റെ അടുത്ത് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഹായ് അശ്മ ചേച്ചി. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ബീയിങ് ഗ്രാജുവേറ്റഡ്. ഹൗ ആർ യു ഫീലിംഗ്? വെരി എന്താ പറയാ, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റേജ്, ലൈക്ക് ഫ്രം എ സ്റ്റുഡൻറ് ടു എ പ്രൊഫഷണൽ. ആ ഒരു ട്രാൻസിഷനിൽ ഇങ്ങനെയൊക്കെ പോകുന്നു. സോ ആ കോളേജ് ലൈഫ് കഴിഞ്ഞു, ആ ഒരു ബിടെക് ലൈഫ് കഴിഞ്ഞു. സോ ലൈക്ക് ഇപ്പോൾ ഒരു പുതിയൊരു വേൾഡിലേക്ക് ഇപ്പോൾ ചാടിയിരിക്കുകയാണ്. ഇപ്പം ഡു യു ഫീൽ ലൈക്ക് ഇൻ ഇൻഫൻറ്റ് ഓർ വാട്ട്സ് ദ ഒരു നോളജബിൾ ഇൻഫൻറ്റ്? ഒരു ഇൻഫൻറ്റ് ആകുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല എന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയോ അറിയാം, പക്ഷെ എന്തൊക്കെയോ അറിഞ്ഞുകൂടാ. ആ ഒരു ലെവലിലാണ് നിൽക്കണേ. മോറോവർ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പഠിക്കുക, കുറച്ച് ചില്ല് ചെയ്യുക, അങ്ങനത്തെ ഒരു വൈബായിരുന്നു. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആയി, ജോലിയായി, അങ്ങനെയൊക്കെ ഒരു മോറോവർ എന്താ പറയുക, നോട്ട് ലൈക്ക് ഒരു പകുതി എല്ലാം പോലെ ഉണ്ട്. ഓക്കെ, സോ ലൈക്ക് ഇപ്പം നമ്മൾ കോളേജ് ലൈഫിൽ ഇപ്പോൾ നമ്മൾക്കിപ്പം ഇപ്പോഴത്തെ പുതിയ കറണ്ട് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ജൂനിയേഴ്സ് വന്നു, ഫ്രഷേഴ്സ് വന്നു എന്നുള്ളതാണ്. സോ ലൈക്ക് അപ്പം അശ്മ ചേച്ചിക്ക് ഇപ്പം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് 4 years, അതിൽ നിന്ന് കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. സംതിങ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ വിത്ത് ദം. ജൂനിയേഴ്സിനോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ലൈക്ക് സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ 4 വർഷം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണത്. ഈ 4 വർഷം നമ്മളെ ലൈക്ക് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അത് നമ്മുടെ ലൈക്ക് ലേറ്റർ ലൈഫിൽ അത് ഒരു സെറ്റ് ബാക്ക് പോലെ ഇരിക്കും. ബിക്കോസ് ഞാനൊരു ഇൻട്രോവേർട്ടാണ് ട്രൂത്ത്ഫുള്ളി. സോ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനും ഒരു സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ കുറച്ച് ധൈര്യം വേണം. ലൈക്ക് ലിറ്ററലി ഒരു മണിക്കൂറൊക്കെ എടുക്കും ഒന്ന് പ്രിപ്പയർ ചെയ്ത് കാം ചെയ്ത് വരാൻ. സോ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് നമ്മുടെ കോളേജിൽ കുറേ ക്ലബ്സ് ഒക്കെ ഉണ്ട്, അതിൽ പോവുക, ഈവൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിലൊക്കെ നമ്മൾ ഈവൻസ് കണ്ടക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു ആ പേടിയും അതൊക്കെ നമുക്ക് പതുക്കെ മാറി കിട്ടും. മോറോവർ ആ പേടി മാറുന്നത് നമുക്ക് സ്കിൽസും ഡെവലപ്പ് ചെയ്യാം, കുറേ കോണ്ടാക്ട്സും കിട്ടും. അപ്പോൾ നമുക്ക് ഈ കോണ്ടാക്ട്സ് കിട്ടുമ്പോൾ നമുക്ക് അവരോട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് കിട്ടണേ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് കുറേ കോണ്ടാക്ട്സും സ്കിൽസും അങ്ങനെ കുറേ ഡെവലപ്പ് ചെയ്യാനുണ്ട് ഈ 4 വർഷത്തിൽ. അതുപോലെ ഈവൻസ് മാത്രമല്ല, അല്ലാതെ കുറേ നോൺ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് പോവുക, ആക്റ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആവുക, പഠിക്കുന്നത് മെയിനാണ്. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ് മെയിൻ പറയാനുള്ള ജൂനിയേഴ്സ്. സോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 years എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും നിൽക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. സോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഇപ്പം ഞാനൊക്കെ ഫസ്റ്റ് ഇയർ കയറിയ സമയത്ത് പല വർക്ക്ഷോപ്സുകളും പലതും ഉണ്ടായിരുന്നു. സോ എനിക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എന്തിലേക്കൊക്കെ കയറണം, എന്തൊക്കെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇൻറ്റേൺഷിപ്പുകൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. സോ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാം? ഫസ്റ്റ് ഇയറിൽ നമ്മളിപ്പോൾ ലൈക്ക് ബേസിക്കലി നമുക്ക് കുറേ കാര്യങ്ങൾ ലൈക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ കയറുന്നേ ഉള്ളൂ. സോ നമുക്ക് ഒരു ബേസിക് ഐഡിയ എല്ലാത്തിലും ഉണ്ടാവും. സോ നമ്മൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഒന്ന് കയറി നോക്കുക, നമുക്ക് എവിടെയാണ് ഇൻട്രസ്റ്റ് തോന്നുന്നത് അവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സ്കിൽസിൻ്റെ കാര്യം പറയുമ്പോൾ ലൈക്ക് കുറേ പിള്ളേർ ലൈക്ക് 11th 12th അവർക്ക് എന്താ വേണ്ടേ നമുക്കറിയാം. പക്ഷെ കുറേ പിള്ളേർ അൺഫോക്കസ്ഡ് ആയിട്ട് വരുന്നവർക്ക് എന്താ വേണ്ടേന്നല്ല, ബട്ട് സംഹൗ സംവെയർ ദേ ഹാവ് ലൈക്ക് അവരുടെ ഉള്ളിലുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ളൊരു ജേർണി ആയിട്ട് വേണമെങ്കിൽ ഈ 4 years നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അതിപ്പോൾ മെൻഷൻ ചെയ്തല്ലോ. സോ മേ ആസ്ക്, സോ വെർ യു ദാറ്റ് എന്താ പറയുക, ഭയങ്കര കോൺഷ്യസ് ആയിരുന്നോ ലൈക്ക് ചെറിയ ക്ലാസ് മുതലേ എനിക്ക് ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്? ഇല്ല, ട്രൂത്ത്ഫുള്ളി ഞാൻ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ 11th 12th പഠിക്കുമ്പോൾ. ബട്ട് സംഹൗ ലൈക്ക് എനിക്ക് പഠിക്കേണ്ട കോഴ്സ് എനിക്ക് കിട്ടാത്തതുകൊണ്ട്
എൻ്റെ വീട്ടുകാരും ബാക്കി എല്ലാവരും പറഞ്ഞു ഓക്കെ നമുക്ക് എഞ്ചിനീയറിംഗ് നോക്കാം. ലൈക്ക് ഞാൻ ഒരു ബിലോ ആവറേജ് മിഡിൽ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ എടുത്തതാണ്. സോ ഫസ്റ്റ് ഇയർ ഒക്കെ പോയപ്പോൾ ലൈക്ക് നടക്കില്ല, പറ്റില്ല, ലൈക്ക് വൈബ് ഒക്കെ മാച്ച് ആവുന്നില്ല, അങ്ങനെ ഒരു സീനായിരുന്നു. പിന്നെ ഞാൻ ഇന്റേൺഷിപ്പിന് പോയി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ KCB ഇടുക്കിയിൽ വെച്ചിട്ട്. സോ അവിടെ വെച്ചാണ് ലൈക്ക് ഇതൊക്കെ ഒരു ലൈക്ക് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് കുറേ മെഷീനറീസ് ഒക്കെ കാണാം, അതിൻ്റെ വർക്കിംഗ് കാണാം. അവർ ഓരോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും വലിയ കാര്യത്തിൽ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതും ലൈക്ക് ഞാൻ പഠിക്കുന്ന ഒരു കാര്യമാണ് മെയിനായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അതിനകത്ത് ഇത് ഉണ്ട്, ഒരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്കാണ് എനിക്ക് പിന്നെ ഇലക്ട്രിക്കലിനോട് ഒരു ഇഷ്ടം തോന്നിച്ചത്. പിന്നെ എനിക്ക് പഠിക്കാൻ തോന്നിയതും അതിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പുസ്തകത്തിൽ നിന്ന് നമ്മൾ റിയാലിറ്റിയിലേക്ക് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഡിഫറെന്റ്. ലൈക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തിയറി മാത്രമേ അറിയത്തുള്ളൂ, നമ്മളത് ലിറ്ററലി കാണുമ്പോൾ ലൈക്ക് നമ്മുടെ ലിറ്ററലി കാണുമ്പോൾ ഒരു കണ്ണിനൊരു സ്പാർക്ക് ഉണ്ടാവും. ആ ഒരു സ്പാർക്കും പിന്നെ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയായിരുന്നല്ലേ, ആ ഒരു ഇതുണ്ടാവുമ്പോൾ ഇഷ്ടം തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക് ഇലക്ട്രിക്കലിനോട്. ബേസിക്കലി ഫസ്റ്റ് ലവിന് മാത്രമല്ല, നമ്മൾ പാഷനേറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ പാഷനോട് നമുക്ക് ആ സ്പാർക്ക് തോന്നുന്നതാണ് അശ്മി ചേച്ചി ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. സോ ഞാൻ കമ്മിങ് ബാക്ക് ടു ദ ഇന്റേൺഷിപ്പ് പോയിന്റ്, ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ നമ്മളിങ്ങനെ ഓരോ വർഷം നമുക്ക് നമ്മുടെ സ്കീം പ്രകാരം ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്റേൺഷിപ്സ് അപ്രോച്ച് ചെയ്യേണ്ടത്, ലൈക്ക് നമുക്ക് ഏതൊക്കെ ലൈക്ക് സ്കിൽസുകൾ ബെനിഫിറ്റിംഗ് ആവും എന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ പിള്ളേർക്ക് ദേ നോ വാട്ട് ദേ വോണ്ട് ടു ഡു ഇൻ ഫ്യൂച്ചർ. സോ ആ പിള്ളേർക്കൊക്കെ അത് വേസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ആയിരിക്കും നല്ലത്. അപ്പം അങ്ങനെ അറിയാത്തവർ ഇപ്പം നമ്മൾ നമ്മുടെ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ മെഷീൻസ് കുറേ ഇഷ്ടമായിരുന്നു. സോ ആ രീതിയിലാണ് ഞാൻ KCB പോയതും പിന്നെ റെയിൽവേസിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇന്റേൺഷിപ്സ് ചൂസ് ചെയ്തത് മേജറായിട്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി എനിക്ക് പവർ ഇലക്ട്രോണിക്സ് ആണ്, അപ്പോൾ നമുക്ക് VLSI നോക്കാം, ആ ഒരു രീതിയിൽ വേണം നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യാൻ എന്നാണ് ഞാൻ പറയണം. അല്ലാതെ അവർ പറഞ്ഞു ഇതാ നല്ലത്, ഇവർ പറഞ്ഞു ഇതാ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്താ ഇഷ്ടം നമുക്ക് അറിയത്തില്ല. നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്താലേ നമുക്ക് നമ്മളുടെ ഇഷ്ടം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ലൈക്ക് ഇപ്പൊ നേരത്തെ അശ്മി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ലൈക്ക് പാരന്റ്സ് ആണല്ലോ ലൈക്ക് എഞ്ചിനീയറിംഗിലേക്ക് വിട്ടത്. സോ ഒരു വുമൺ ടു വുമൺ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ എന്തിനാണ് എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നത്. ബേസിക് ആയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ തന്നെ ഉള്ളൊരു ടോക്കാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ആകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടും. സോ എന്താണ് അശ്വിന്റെ അതിലൊരു പെർസ്പെക്റ്റീവ്, എന്താ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് പറഞ്ഞത്? ടു ബി വെരി ഓണസ്റ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പെൺപിള്ളേർക്ക് ഇസ് ലൈക്ക് വെരി ബെനിഫിറ്റിംഗ്. ഇപ്പോൾ എന്ത് ഇതിൽ നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാലറി മാത്രമല്ല എല്ലാ രീതിയിലും നമുക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. ബിക്കോസ് ലൈക്ക് മെൻ ഡോമിനേറ്റഡ് ഫീൽഡാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഒരു വുമൻ അതിനകത്ത് കയറി ചെല്ലുമ്പോൾ ഐ തിങ്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്കുണ്ട്. ഓക്കെ അപ്പം അത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലേസ്മെൻറ്റ്സിന് നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. സോ ലൈക്ക് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ പ്ലേസ്മെൻറ്റിന് നമ്മൾ ഇരിക്കുമ്പം അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പോയി വർക്ക് ചെയ്യുമ്പം അതിനായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് സ്കില്ലുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഈ ഒരു ഇൻഡസ്ട്രി റെഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതിലേക്ക് നമുക്ക് എന്തൊക്കെ സ്കിൽസുകൾ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് ചോദിച്ചാൽ what is your response? How is it different from being like placement ready and industry ready? പ്ലേസ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമാണ്. നമ്മൾ ഇൻഡസ്ട്രി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദേ നോ, നമ്മൾ ജസ്റ്റ് പുസ്തകപ്പുഴു പോലെ എന്താണ് എഴുതിയിരിക്കുന്നത് അത് പഠിക്കുക, എന്താണ് എക്സാമിന് വരുന്നത് അത് പഠിക്കുക, ദേ നോ ഇറ്റ്. സോ അവർ നമുക്ക് ബേസിക് അറിയുകയാണെങ്കിൽ അവർ നമ്മുടെ അവിടെ പ്രെപ്പ് ചെയ്യും. ഇപ്പോൾ യൂഷ്വലി ബിഗ് കമ്പനീസ് ആകുമ്പോൾ നമുക്കൊരു വൺ ഇയർ ട്രെയിനി പ്രോഗ്രാമാണ് അവർ യൂഷ്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 1 ഇയർ ട്രെയിനി പ്രോഗ്രാമിൽ അവർക്ക് ഓരോരോ പ്രോഗ്രാംസ് ഉണ്ടാവും, അതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് അവർ നോക്കും ലൈക്ക് ഏതിലാണ് നമ്മൾ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നുന്ന അതിനകത്ത് നമ്മളൊക്കെ ഇടും, എന്നിട്ട് അത് നമ്മളെ പഠിപ്പിക്കും. സോ ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ഇൻഡസ്ട്രി റെഡി. അല്ലാതെ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇൻഡസ്ട്രി റെഡി ഇലക്ട്രിക്കൽ ഫീൽഡിൽ ആവില്ല. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. നമ്മളിപ്പോൾ ഒരു ചെറിയ കമ്പനി ആയാലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു 1 ഇയറോ 6 മന്ത്സ് ഒരു പ്രൊബേഷൻ പീരീഡ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് അവരായിട്ട് നമ്മൾ ഒന്ന് പ്രെപ്പ് ചെയ്യും.
അത് കഴിഞ്ഞ് ഐ ക്യാൻ സേ നമ്മളൊരു 20 or 30% നമ്മൾ ഇൻഡസ്ട്രി റെഡി ആണ്. നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒരിക്കലും ഇൻഡസ്ട്രി റെഡി ആവില്ല. ബിക്കോസ് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഓരോ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ഇൻഡസ്ട്രി റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചേച്ചി എനിക്ക് ഫൈനലായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം ചേച്ചി മെൻഷൻ ചെയ്ത പോലെ തന്നെ ലൈക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഒരു കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്, അത് എപ്പോഴും ഡെവലപ്പിംഗ് ആണെന്ന് പറഞ്ഞു. സോ അത് ഇതിനെ പറ്റിയിട്ടൊന്നും അധികം ആൾക്കാർക്ക് അറിയത്തില്ല. സോ ഇലക്ട്രിക്കൽ കോറിനെ പറ്റി കുറച്ച് ഒരു നല്ല രീതിയിലല്ല, ചേച്ചീൻ്റെ ഒരു പെർസ്പെക്റ്റീവും പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ. എനിക്ക് പറയാനിപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് കറണ്ട് എന്തായാലും എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ കറണ്ട് ഉള്ളത് നമ്മൾ വേണമല്ലോ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ നമ്മൾ KCB-ക്കാർ അല്ലാതെ നമ്മൾ അവരാരെ ഓർക്കുന്ന പോലും ഇല്ല. അവരെന്താ ചെയ്യണേന്നോ അവരെന്തെടുക്കുവാണോ അവർക്ക് ജോലി ഉണ്ടോ നമ്മൾ ആരും നോക്കത്തില്ല. കറണ്ട് പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, KCB-ക്കാർ വിളിച്ചിട്ട് എപ്പോഴാ കറണ്ട് വരണേന്ന് നമുക്ക് ആദ്യം ചോദിക്കുക. അപ്പോഴായിരിക്കും നമ്മൾ ട്രാൻസ്ഫോർമർ പൊട്ടിയോ ലൈൻ പൊട്ടിയോ അങ്ങനെ പോകുന്നത്. അപ്പോൾ ലൈക്ക് ബേസിക് ആയിട്ടുള്ള ലിവിങ് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വേണം. ഈ കറണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ വേണം, അതിൽ മാനേജ് ചെയ്യണം, കൺട്രോൾ ചെയ്യാനും നമ്മൾ വേണം. സോ എന്ത് രീതിയിൽ നോക്കിയാലും ലൈക്ക് ഈ ഒരു ഫീൽഡ് ഒരു സ്റ്റോപ്പില്ല. ബിക്കോസ് ലൈഫ് ഹാസ് ടു ലൈക്ക് റൊട്ടേറ്റ്. ഇത് വർക്ക് ചെയ്യണമെങ്കിലും കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി. ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളെല്ലാവരും ഇപ്പോൾ എന്ത് വേണമെങ്കിൽ നമ്മളിപ്പോൾ ലൈക്ക് മാനുവലി ഒന്നും ചെയ്യൂല. ഇപ്പോൾ കിച്ചൺ വർക്ക് ആയാലും അല്ലേലായാലും വി നീഡ് ഇലക്ട്രിസിറ്റി സംഹൗ. സോ ഐ തിങ്ക് ഒരു നെവർ സ്റ്റോപ്പിംഗ് ഒരു ഫീൽഡാണ്. So നല്ല സ്കോപ്പും ഉണ്ട്. So that's how we start, right? Yeah. Basically current is everywhere, so we are everywhere. So thank you so much for spending your time with us, and we are so happy for you. Thank you. So that's it for today's session. Stay tuned for what's brewing next.